ഒരിക്കൽ കൂടി ഹൈസ്കൂളിലേക്ക് സ്വാഗതം. എല്ലാവരും സന്തോഷമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു സർക്കാർ പദ്ധതിയെക്കുറിച്ചാണ്. പദ്ധതിയുടെ പേര് പ്രൈം മിനിസ്റ്റർ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം, PMEGP എന്ന് പറയും. ഈ പ്രോഗ്രാം വളരെ പ്രധാനപ്പെട്ട എല്ലാ ചെറുപ്പക്കാർക്കും അല്ലെങ്കിൽ എല്ലാ വ്യക്തികൾക്കും അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റാണ്. പൈസ ഇല്ലാത്ത, ബിസിനസ് ഐഡിയ ഉണ്ട്, ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ പൈസ ഇല്ലാത്തവർക്ക് സർക്കാരിൻ്റെ ധനസഹായം കിട്ടുന്ന ഒരു പദ്ധതിയെക്കുറിച്ചാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഈ വരുന്ന വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. നിങ്ങളതിന് എലിജിബിൾ ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് ഇതിനെക്കുറിച്ചുള്ള സൈലൻറ്റ് ഫീച്ചേഴ്സാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അതായത് പ്രധാനമന്ത്രി റോസ്ഗാർ യോജന, തൊഴിൽ കൊടുക്കുന്ന ഒരു പദ്ധതിയായിരുന്നു. അതുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ PMEGP എന്നുള്ള പ്രോജക്റ്റ് ഇറക്കിയത്. ഇതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ഖാദി ബോർഡ് ഒക്കെയാണ്. സ്പെഷ്യൽ പാക്കേജ് സബ്സിഡി കാര്യങ്ങളെ കിട്ടും. അതായത് റൂറൽ ഏരിയയിൽ, ഗ്രാമപ്രദേശങ്ങളിൽ ഇൻഡസ്ട്രിയലൈസേഷനെ ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ബിസിനസ് സംരംഭങ്ങളെ വളർത്താൻ വേണ്ടി സ്പെഷ്യൽ പാക്കേജ് സബ്സിഡി കൊടുക്കുന്നുണ്ട്. പിന്നെ ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടി സാമ്പത്തിക സഹായം കൊടുക്കുന്നുണ്ട്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരുന്ന സ്ലൈഡുകൾ മനസ്സിലാക്കാം. ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടു പ്രൊവൈഡ് കണ്ടിന്യൂസ് ആൻഡ് സസ്റ്റൈനബിൾ എംപ്ലോയ്മെൻറ്റ് ടു എ ലാർജ് സെഗ്മെൻറ്റ് ഓഫ് ട്രഡീഷണൽ ആൻഡ് പെർസ്പെക്റ്റീവ് ആർട്ടിസൻസ് ഓഫ് റൂറൽ ആൻഡ് അർബൻ അൺഎംപ്ലോയിഡ് യൂത്ത് ഇൻ ദ കൺട്രി ഫോർ ദ ബെറ്റർ ലൈവ്ലിഹുഡ്. ഇതാണ് പ്രധാനപ്പെട്ട ഇതിൻ്റെ ഉദ്ദേശം. എന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ നമുക്ക് നമ്മുടെ നാട്ടിൽ കൈത്തൊഴിൽ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പ്രാദേശിക തലത്തിൽ ഗ്രാമപ്രദേശങ്ങളിൽ ഇവിടെ വലിയ വലിയ തൊഴിൽ സംരംഭകർക്ക് മാത്രം, അല്ലെങ്കിൽ വലിയ വലിയ ഇൻഡസ്ട്രിയൽ സെറ്റപ്പ് ചെയ്യുന്നവർക്ക് മാത്രമാണ് സാധാരണ രീതിയിൽ നമ്മൾ ബാങ്കുകളൊക്കെ ലോൺ കൊടുക്കുന്നത്, അല്ലേ? നമ്മളെപ്പോലെ ഒരു പാവപ്പെട്ടവൻ ബാങ്കിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ഒരു ബിസിനസ് തുടങ്ങണമെന്ന് പറഞ്ഞാൽ അവരപ്പോഴേ പറഞ്ഞു വിടും ഏത് ബേസിലാണ് നിങ്ങൾക്ക് ലോൺ തരേണ്ടതെന്നുള്ളത്. പക്ഷേ ഇവിടെ അദാനി, അംബാനി അല്ലെങ്കിൽ റിലയൻസ്, ടാറ്റ അങ്ങനെയുള്ള വലിയ വലിയ കമ്പനികൾക്ക് ഇഷ്ടം പോലെ ലോൺ കൊടുക്കും. സാധാരണപ്പെട്ടവന് ഒരു രൂപ പോലും ലോൺ കൊടുക്കത്തില്ല, ബാങ്കിലോട്ട് കയറാൻ പറ്റത്തില്ല എന്നുള്ള അവസ്ഥയാണ് ലോണും ചോദിച്ചുകൊണ്ട്. പക്ഷേ ഇവിടെ അതിനൊരു മാറ്റമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. സാധാരണപ്പെട്ടവൻ ഒരു വളരെ സാമ്പത്തികമായിട്ട് വളരെ താഴെ നിൽക്കുന്ന ഒരാൾക്ക് പോലും അയാൾക്ക് നല്ലൊരു ബിസിനസ് ഐഡിയ ഉണ്ടെങ്കിൽ അവർക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യം നേടാൻ പറ്റും. പിന്നെ ടു ഇൻക്രീസ് ദ വേജ് ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ആർട്ടിസൻസ്, സാമ്പത്തിക വരുമാനം ഉണ്ടാവാൻ, സാമ്പത്തികമായിട്ട് ഉന്നമനം ഉണ്ടാവാൻ. പിന്നെ അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ മൈക്രോ എൻ്റർപ്രൈസസിനെയും കൂടെ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ബാങ്കുകൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടാണ് ഈ പ്രോജക്റ്റ് മുമ്പോട്ട് വച്ചിരിക്കുന്നത്. ഇനിയുണ്ട് എംപ്ലോയ്മെൻറ്റ് സൃഷ്ടിക്കുക. പിന്നെ ഈ പറയുന്ന പല മേഖലയിൽ ചിതറിക്കിടക്കുന്ന, പല പ്രദേശങ്ങളായിട്ട് ഇത് കിടക്കുന്ന ആർട്ടിസൻസ് വെച്ച് കഴിഞ്ഞാൽ കൈത്തൊഴിൽ ചെയ്യുന്നവരും ഒക്കെ ഒരു അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എലിജിബിലിറ്റി ഒക്കെ വളരെ സിമ്പിളാണ്. ഇത് ഇൻഡിവിജ്വലിന് മാത്രമേ കിട്ടത്തുള്ളൂ ഈ ലോൺ. അതായത് നമ്മളൊരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം രജിസ്റ്റർ ചെയ്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ ഈ ലോണിന് അപേക്ഷിച്ചാൽ കിട്ടത്തില്ല. ഓക്കെ, ഓൺലി ഇൻഡിവിജ്വൽ, വ്യക്തിപരമായിട്ട് കിട്ടുന്ന ഒരു വായ്പാ സഹായമാണിത്. രണ്ടാമത്, ചില പ്രദേശങ്ങൾ, അതായത് ഗ്രാമപ്രദേശങ്ങളിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മ, ഈ പറയുന്ന ഈ നമ്മുടെ കുടുംബശ്രീ പോലുള്ള അങ്ങനെയുള്ള ഒരു കൂട്ടായ്മ, അല്ലെങ്കിൽ 5-10 പേര് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ആ ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്നാണ് പറയുന്നതിന്, ആ പദ്ധതികൾക്ക് കൊടുക്കും. ചാരിറ്റബിൾ ട്രസ്റ്റ്, ഇൻസ്റ്റിറ്റ്യൂഷൻ, സൊസൈറ്റി മുതലാളി കൊടുക്കും. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് റൂറൽ ഏരിയയ്ക്ക് മാത്രം, ഗ്രാമപ്രദേശങ്ങൾക്ക് മാത്രമാണ് ഈ ഉള്ളത്. എല്ലായിടത്തും ഇൻഡിവിജ്വലിനാണ് ഇതിനകത്ത് പ്രയോറിറ്റി. അതായത് വ്യക്തികൾക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് ലോണിന്. പിന്നെ മിനിമം 18 വയസ്സിന് മുകളിലായിരിക്കണം അപേക്ഷകർ. മിനിമം 8ാം ക്ലാസ്സെങ്കിലും പാസ്സായിരിക്കണം. 8ാം ക്ലാസ് പാസ്സാത്തവർക്കും ഇത് ലോൺ കിട്ടും, പക്ഷേ ചെറിയ തുകയെ കിട്ടത്തുള്ളൂ. പക്ഷേ മിനിമം 8ാം ക്ലാസ്സിന് സർട്ടിഫിക്കറ്റുകളുണ്ടെങ്കിൽ അവർക്ക് ഈ ലോണിൻ്റെ ഇത് അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിൻ്റെ പരമാവധി പ്രയോജനപ്പെടുത്താൻ പറ്റും. പിന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്, ബെനിഫിഷ്യറി ആൻഡ് സ്പൗസ് ഓൺലി 1 person ഫ്രം എ ഫാമിലി. അതായത് ഭാര്യ ഭർത്താവ് ഒരാൾക്ക് കിട്ടത്തുള്ളുന്നുണ്ട്. പക്ഷേ ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം അതിലെങ്ങും ആപ്ലിക്കേഷനിൽ എവിടെ അത് ചോദിക്കുന്നില്ല. പിന്നെ ഭാര്യയ്ക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണം, ഭർത്താവിന് വേറൊരു ബിസിനസ് തുടങ്ങണം. അതിനെ ഒരിക്കലും ഒരു കാരണവശാലും ഇത് തടയാൻ പറ്റത്തില്ല. കാരണം അവർ ചോദിക്കുന്നില്ല, നമ്മളായിട്ട് അങ്ങോട്ട് എടുത്ത് പറയേണ്ട കാര്യമില്ല. നമ്മൾ ഇൻഡിപെൻഡന്റ്. പക്ഷേ ഒരു ബിസിനസ്സിലേക്ക് 2 പേർക്ക് ലോൺ കിട്ടത്തില്ല. ഒരു ബിസിനസ്സിലേക്ക് സെപ്പറേറ്റ് ബിസിനസ്സിലേക്കാണെങ്കിൽ തീർച്ചയായിട്ടും ആ ലോൺ കിട്ടാൻ സാധ്യതയുണ്ട്. അടുത്തത്, ഇതിനകത്ത് വേറെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത്, സാമ്പത്തികമായിട്ട് ഇപ്പം നിങ്ങൾക്ക് വരുമാനമില്ല എങ്കിൽ കൂടി, 1 രൂപ പോലും നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്നില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് ഈ പറയുന്ന ലോൺ കിട്ടും. ഇതാണ് ഇതിനകത്തുള്ള സ്പെഷ്യാലിറ്റി. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 10-11% ഇപ്പോഴത്തുള്ള റേറ്റ്. തിരിച്ചടവ് കാലാവധി എന്ന് പറയുന്നത് 3 മുതൽ 7 വർഷം വരെയാണ്. 3 മുതൽ 7 വർഷം, മിനിമം 3 വർഷമെങ്കിലും നമ്മൾ ഈ ലോൺ ക്ലിയർ ചെയ്യാൻ സമയം എടുത്തിരിക്കണം. കാരണം
ആ 3 വർഷത്തിന് മുമ്പിൽ നമ്മൾ അടച്ചു തീർക്കുകയാണെങ്കിൽ പ്രീ ക്ലോഷർ ചാർജസ് ഉണ്ടാവും, നമുക്ക് കിട്ടാനുള്ള സബ്സിഡി കിട്ടാതാവും. അപ്പോൾ ഈ സബ്സിഡി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമുക്ക് ഈ സബ്സിഡി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 7 വർഷം കൊണ്ട് ലോൺ അടച്ചു തീർക്കുമ്പോൾ അല്ലെങ്കിൽ 5 വർഷം കൊണ്ട് നമ്മൾ ലോൺ അടച്ചു തീർക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സബ്സിഡി, ആ സബ്സിഡി എങ്ങനെയാണെന്നുള്ളത് മുമ്പോട്ട് പറയും. ആ സബ്സിഡി അങ്ങോട്ട് നോക്കിയാൽ നമ്മൾ പലിശ മൊത്തത്തിൽ ചിലപ്പോൾ പലിശയെക്കാട്ടിയും കൂടുതൽ പൈസ നമുക്ക് സബ്സിഡി ആയിട്ട് കിട്ടും. അതായത് ഇതൊരു പലിശരഹിത വായ്പയായിട്ട് മാറും. മിനിമം 3 വർഷമെങ്കിലും നമ്മളത് സൂക്ഷിക്കണം. അസിസ്റ്റൻസ് അണ്ടർ ദ സ്കീം അവൈലബിൾ ഓൺലി ടു ന്യൂ യൂണിറ്റ്സ്. അപ്പോൾ അതാണ് ഒരു പുതിയ സംരംഭത്തിന് മാത്രമാണ് നമുക്ക് ഈ സഹായം കിട്ടുന്നത്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇതില്ല, അത് വേറെ പദ്ധതി നോക്കേണ്ടി വരും. പിന്നെ സർക്കാരിൻ്റെ, സെൻട്രൽ സർക്കാരിൻ്റെ, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ മറ്റു ആനുകൂല്യങ്ങൾ നേരിട്ടുള്ള സബ്സിഡികൾ നേരിട്ടുള്ള സംരംഭങ്ങൾക്ക് ഇതിൽ ആനുകൂല്യം കിട്ടത്തില്ല. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം പ്രൂവ് ചെയ്യണമല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ചില കാര്യങ്ങൾ. അതിൽ ഏജ് പ്രൂഫ് സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ കാസ്റ്റ് എന്ന് വെച്ചാൽ SC ST മൈനോറിറ്റി OBC എക്സ് സർവീസ്മാൻ വനിതകൾക്കെല്ലാം പ്രത്യേക ഇതിനകത്ത് സബ്സിഡി ആയാലും നമ്മൾ ആദ്യം കണ്ടെത്തേണ്ട പൈസ ആയാലും വളരെ കുറച്ച് മതി, സബ്സിഡി വളരെ കൂടുതൽ കിട്ടും. അപ്പോൾ അത് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് വേണം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നേരത്തെ പറഞ്ഞു 8ാം ക്ലാസ്സെങ്കിലും പാസ്സായിരിക്കണം. 8ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ബിസിനസ്സിനെ കുറിച്ച് ചെറിയൊരു ക്ലാസ് എങ്കിലും നമ്മൾ ടെക്നിക്കൽ നോളജ് ഉണ്ടായിരിക്കണം. അപ്പോൾ 2 മുതൽ 3 ആഴ്ചത്തെ ബിസിനസ്സിനെ കുറിച്ചുള്ള ക്ലാസ് EDP കോഴ്സുകളുണ്ട്. അത് കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസി നീസ്ബഡ് പോലുള്ള ഏജൻസികൾ നടത്തുന്നുണ്ട്, ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. ഈ കോഴ്സുകൾ അറ്റൻഡ് ചെയ്ത് നമ്മൾ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്കുണ്ടാവണം. എങ്കിൽ മാത്രമേ, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇത് നമുക്ക് സാധാരണ എല്ലാവരുടെയും കയ്യിലുള്ള കാര്യമല്ല. ഓൺലൈനിൽ ഈ പറയുന്ന MSME മുതലായിട്ടുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന കോഴ്സുകൾ നമ്മൾ പങ്കെടുത്തിരിക്കണം. അടുത്തത് ഇംപ്ലിമെൻ്റ് ഏജൻസി. ഇവിടെ നമ്മൾ ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ആരാണ് ഇതിനെ ഓരോ മേഖലയിലും മേൽനോട്ടം വഹിക്കുന്നുള്ളത്? ഖാദിയാണ്. ഖാദി വില്ലേജ് ഇൻഡസ്ട്രി കമ്മീഷനും ഖാദി വില്ലേജ് ഇൻഡസ്ട്രി ബോർഡ്സും പിന്നെ DIC ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രിയൽ സെൻറ്റേഴ്സും ഉണ്ട്, നമ്മുടെ എല്ലാ ജില്ലകളിലും ഉണ്ട്. അപ്പോൾ ഈ ഏജൻസികളാണ്, ഇവരുടെ മുഖാന്തരമാണ് സർക്കാർ ഈ പദ്ധതി പ്രാദേശിക തലത്തിൽ എല്ലാ സ്ഥലങ്ങളിലും നടപ്പിലാക്കുന്നത്. ഇതിൽ ഫൈനാൻഷ്യൽ ഏജൻസി എല്ലാ പബ്ലിക് സെക്ടർ ബാങ്കുകളും, എല്ലാ റീജിയണൽ റൂറൽ ബാങ്കുകളും, സിഡ്ബി കോപ്പറേറ്റീവ് ബാങ്ക്സ്, പിന്നെ പ്രൈവറ്റ് സെക്ടർ കൊമേഴ്ഷ്യൽ, അതായത് ഈ സെക്രട്ടറി ഇൻഡസ്ട്രിയൽ ഓഫ് സ്റ്റേറ്റ് അംഗീകരിച്ച പ്രൈവറ്റ് ബാങ്കുകളും, കോപ്പറേറ്റീവ് ബാങ്ക് അതുപോലെ സെക്രട്ടറി ഇൻഡസ്ട്രീസ് ഓഫ് ദി സ്റ്റേറ്റ് അവർ അംഗീകരിച്ച കോപ്പറേറ്റീവ് ബാങ്കുകളും ത്രൂ ആണ് ഈ പണം ഈ പറയുന്ന സംരംഭങ്ങളിലേക്ക്, പുതിയ ഓൺടർപ്രണറിലേക്ക് എത്തുന്നത്. ഏതൊക്കെ ഇൻഡസ്ട്രീസാണ് എലിജിബിൾ? മിക്കുള്ള എല്ലാ ഇൻഡസ്ട്രീസും, സർവീസ് സെക്ടറും മാനുഫാക്ചറിങ് സെക്ടറിലാണ് കൊടുക്കുന്നത്. ട്രേഡിങ് നിങ്ങൾ പരമാവധി ഒഴിവാക്കുക. അതിനകത്ത് ട്രേഡിങ് ടിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷേ ഒരു കാരണവശാലും ട്രേഡിങ് ടിക്ക് ചെയ്യരുത്. ട്രേഡിങ് ടിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ലോൺ കിട്ടാനുള്ള സാധ്യത വളരെ കുറയും, ചിലപ്പോൾ കിട്ടാതിരിക്കും. അതുകൊണ്ട് ഒന്നെങ്കിൽ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ സർവീസ് സെക്ടർ, ഈ 2 മേഖലയിലേക്ക് ഈ ലോൺ കിട്ടും. പിന്നെ ഈ പറയുന്ന 1 ലക്ഷം രൂപ പ്ലെയിൻ ഏരിയയിലും 1.5 ലക്ഷം രൂപ ഹില്ലി ഏരിയയിലും മാക്സിമം കണ്ടെത്താനുള്ള പൈസയാണത്. അതിൽ കൂടുതൽ, അതായത് നമുക്ക് മിനിമം ഒരു മാർജിൻ മണി കൊടുക്കണം. ആ മാർജിൻ മണിയെ കുറിച്ചാണ് ഈ പറയുന്നത്. മാക്സിമം പ്രോജക്റ്റ് കോസ്റ്റ് 25 ലക്ഷം രൂപ ഇൻ മാനുഫാക്ചറിങ് ആൻഡ് 10 ലക്ഷം രൂപ ഇൻ സർവീസ് സെക്ടർ. ഇതിലൊരു തിരുത്തുണ്ട്. ഇപ്പോൾ 50 ലക്ഷം രൂപ വരെ മാനുഫാക്ചറിങ് യൂണിറ്റ് എസ്റ്റാബ്ലിഷൻ 50 ലക്ഷം രൂപ വരെ നമുക്ക് കിട്ടും. സർവീസ് സെക്ടറിന് 20 ലക്ഷം, 10 ലക്ഷം രൂപ എന്നുള്ളത് 20 ലക്ഷമായിട്ട് കൂടിയിട്ടുണ്ട്. 20 ലക്ഷം രൂപ വരെ നമുക്ക് കിട്ടും. റൂറൽ ഏരിയ എന്താണെന്നുള്ളത് ആണ് ഈ പറയുന്നത്. നമ്മൾ പറയുന്നത് റൂറൽ ഏരിയയ്ക്ക് ചില ആനുകൂല്യങ്ങളുണ്ട്. ഈ പറയുന്ന ഗ്രാമപ്രദേശങ്ങളിൽ ഗ്രാമപ്രദേശങ്ങളിൽ കൂടുതൽ സംരംഭങ്ങളെ വളർത്താൻ വേണ്ടി കൂടെ ഒരു പദ്ധതിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് ഗ്രാമപ്രദേശം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡിക്ലെയർ അണ്ടർ KBC ആക്ട് 2006, അതാണ് റൂറൽ ഏത് ഏരിയ എന്ന് പറയുമ്പോൾ ഇത്ര പോപ്പുലേഷൻ ബേസ്ഡ് ആണ്. ഇത്ര പോപ്പുലേഷനുള്ള, ഇത്ര ജനസാന്ദ്രതയുള്ള ഏരിയയാണ് റൂറൽ ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ്, സബ്സിഡിയും നമുക്ക് കിട്ടുന്ന സബ്സിഡിയും നമ്മുടെ മാർജിൻ മണി എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രിബ്യൂഷൻ, നമ്മുടെ ഇനിഷ്യൽ കോൺട്രിബ്യൂഷൻ. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊരു പൈസ കോൺട്രിബ്യൂട്ട് ചെയ്യണമല്ലോ. അപ്പോൾ ഇതിനകത്ത് ജനറൽ കാറ്റഗറി ഉള്ളവർ, ഇപ്പം നമ്മൾ 100 രൂപയുടെ ബിസിനസ് ആണെങ്കിൽ 10 രൂപ നമ്മൾ കൊടുക്കണം. അതായത് 10 ലക്ഷം രൂപയുടെ ബിസിനസ് ആണെങ്കിൽ 1 ലക്ഷം രൂപ ബിസിനസ് സംരംഭകൻ്റെ കയ്യിലുണ്ടാകണം. ബാക്കി 9 ലക്ഷം രൂപ ലോൺ കിട്ടും. ഇതാണ് ഈ പറഞ്ഞതിനർത്ഥം. രണ്ടാമത്തെ കാറ്റഗറിയാണ് സ്പെഷ്യൽ കാറ്റഗറി എന്ന് പറയും. സ്പെഷ്യൽ കാറ്റഗറിക്കകത്ത് SC ST OBC മൈനോറിറ്റി വിഭാഗങ്ങൾ, വനിതകൾ, എക്സ് സർവീസ്മാൻ, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവർ, അംഗവൈകല്യം സംഭവിച്ചിട്ടുള്ളവർ,
പിന്നെ ഹില്ലി ഏരിയാസിൽ ബോർഡർ ഏരിയാസിൽ താമസിക്കുന്നവർ ഇങ്ങനെയുള്ളവർക്ക് 5% മാത്രം മാർജിൻ മണി കൊടുത്താൽ മതി. അതായത് 100 രൂപയിൽ വെറും 5 രൂപ. അതായത് 10 ലക്ഷം രൂപയാണ് വേണ്ടതെങ്കിൽ വെറും 50,000 രൂപ കരുതിയാൽ ബാക്കി 9,50,000 രൂപ ഈ പറയുന്ന പദ്ധതിയിലൂടെ ഈ ബിസിനസ്സിന് ലോണായിട്ട് കിട്ടും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പറയില്ലേ, നമ്മൾ ഇത് ബാങ്കിൽ പോയി അല്ല നേരിട്ട് അപേക്ഷിക്കുന്നത്. ഈ KVIC ഖാദി വില്ലേജ് ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ ത്രൂ, അതിൻ്റെ ത്രൂവും ബോർഡിൻ്റെ ത്രൂ ഒക്കെയാണ് നമ്മളിത് അപേക്ഷ പോകുന്നത്. ഓൺലൈൻ വഴി നമ്മൾ നേരിട്ട് സർക്കാരിൻ്റെ പോർട്ടലിൽ നമ്മൾ അപ്ലോഡ് നമ്മുടെ ആവശ്യം നമ്മൾ അറിയിക്കും, അല്ലെങ്കിൽ ഫോം ഫില്ല് ചെയ്യും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് KVICയിലെത്തും. അവർ നമ്മളൊരു ഇൻ്റർവ്യൂ നടത്തി അവരാണ് പിന്നെ ബാങ്കിലേക്ക് ലോണിൻ്റെ അപേക്ഷ കൊടുക്കുന്നത്. പിന്നെ അവരതിനെ ഫോളോ അപ്പ് ചെയ്തോളും. നമ്മളും തിരക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ അവരുടെ ഒരു ഉത്തരവാദിത്തമാണ് ഈ ലോൺ പാസ്സാക്കി തരുക എന്നുള്ളത്. അത് കൃത്യമായി ആ ഒരു സെറ്റപ്പിലാണ്. അതായത് ഒരിക്കലും ഒരു സംരംഭം ഇതിൻ്റെ പുറമെ നടന്ന് ചെരുപ്പ് തേയരുതെന്നുള്ള ലക്ഷ്യത്തോടാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇനി സബ്സിഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് തിരിച്ച് അടയ്ക്കുന്നത് ചില സർക്കാരിൻ്റെ പദ്ധതിയാണല്ലോ. അപ്പോൾ അതിനകത്ത് ചില ആനുകൂല്യം. ഇപ്പോൾ നമ്മൾ സർക്കാരിന് വേണ്ടിയാണ് ഇവിടെ. അതായത് നമ്മുടെ നാട്ടിലൊരു സംരംഭം വരുമ്പോൾ, ഒരു ഉൽപ്പാദനം ഉണ്ടാകുമ്പോൾ, ഒരു മാനുഫാക്ചറിങ് ഉണ്ടാകുമ്പോൾ നമ്മുടെ നാട്ടിൻ്റെ ആവശ്യം നമുക്ക് നിറവേറ്റാൻ കഴിയും. അപ്പോൾ നമ്മുടെ നാട്ടിൻ്റെ ഒരു ആവശ്യം നമ്മൾ നിറവേറ്റിയാൽ ഇമ്പോർട്ടിങ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. നമുക്ക് സർപ്ലസ് ആയിട്ട് നമ്മളത് മാനുഫാക്ചർ ചെയ്താൽ നമ്മുടെ ഈ സാധനങ്ങൾ കയറ്റുമതി ചെയ്ത് അതുവഴി നമുക്ക് വിദേശ നാണയം, അതായത് നമ്മുടെ സാമ്പത്തികത്തെ നമുക്ക് വളർത്തിയെടുക്കാനും പറ്റും. പിന്നെ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ, ഈ ജോലി രഹിതരായിട്ട് നടക്കുന്ന സാധാരണ അസംഘടിത മേഖലയൊക്കെ ജോലി ഇല്ലാത്തവർക്ക് ജോലി നേടിക്കൊടുക്കാനുള്ള അവസരം കൂടാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു സർക്കാരിനെ സേവിക്കുന്ന ഭാഗമായി വരുന്നു അല്ലേ. അതുകൊണ്ട് നമുക്ക് സർക്കാർ ചില ആനുകൂല്യങ്ങൾ തരുന്നുണ്ട്. ആ പ്രധാനപ്പെട്ട ഒരു ആനുകൂല്യമാണ് സബ്സിഡി എന്ന് പറയുന്നത്. ഈ സബ്സിഡി എന്ന് പറയുന്നത് ഇവിടെ നേരത്തെ പറഞ്ഞ ജനറൽ വിഭാഗത്തിനാണെങ്കിൽ അർബൻ മേഖലയിൽ 15%, റൂറൽ മേഖലയിൽ 25%, സ്പെഷ്യൽ കാറ്റഗറിയിൽ അർബൻ മേഖലയിൽ 25%, റൂറൽ മേഖലയിൽ 35%. അതായത് സ്പെഷ്യൽ കാറ്റഗറിയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ അർബൻ മേഖല സിറ്റികളിൽ, വലിയ സിറ്റികളാണ്, വലിയ സിറ്റികളിലൊക്കെ ആണെങ്കിൽ 25% നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് തിരിച്ചു കിട്ടും. അതായത് 10 ലക്ഷം രൂപയിൽ ലോണിൽ 2.5 ലക്ഷം രൂപ സർക്കാർ അടച്ചോളും എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. ഗ്രാമപ്രദേശങ്ങളാണെങ്കിൽ 3.5 ലക്ഷത്തോളം സർക്കാർ അടച്ചോളും. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു 3 വർഷം വരെ ലോക്കിൻ പീരീഡ് ഉണ്ട്. നമ്മളൊരു 5 വർഷം അടയ്ക്കുമെന്ന് വെച്ചോ, അല്ലെങ്കിൽ 7 വർഷം നമ്മൾ അടയ്ക്കുമെന്ന് വെച്ചോ. ഈ 5 വർഷം അടയ്ക്കുമ്പോൾ ഏകദേശം ഈ 3.5 ലക്ഷം രൂപ അടുത്ത് നമ്മുടെ പലിശ വരും അല്ലേ. 7 വർഷം അടയ്ക്കുമ്പോൾ നമുക്കൊരു 3.5 ലക്ഷം രൂപ അടുത്ത് പലിശ വരും. ഈ പലിശ സർക്കാർ മാപ്പാക്കി തരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സബ്സിഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പലിശ രഹിതമായിട്ടുള്ള ഒരു ലോണായിട്ട് ഇത് മാറും. അതാണ് ഈ പറഞ്ഞത്. നമുക്ക് വേണ്ട പൈസ നമുക്ക് തരുന്നുണ്ട്, നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്, ഇതേമാതിരിയുള്ള എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, മാനുഫാക്ചർ ചെയ്യുന്നു, ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു, സർവീസ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ പൈസ നമ്മുടെ എക്കണോമിയിലേക്ക് വരുന്നു. ആ പൈസ മാത്രം തിരിച്ചടച്ചാൽ മതി. 1 രൂപ പോലും നമുക്ക് പലിശയായിട്ട് അടയ്ക്കേണ്ട. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് നമ്മളെ കൊള്ള പലിശക്കാരിൽ നിന്ന് ഈ പറയുന്ന സംരംഭങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യം കൂടെ ഈ പദ്ധതിയുടെ പുറകിലുണ്ട്. നേരത്തെ പറഞ്ഞതൊക്കെയാണ്. നമ്മൾ ഇപ്പോൾ മാർജിൻ മണി 10% ആണെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ 90% ബാങ്ക് ഫൈനാൻസ് ചെയ്യും, 5% ആണെങ്കിൽ 95% ബാങ്ക് ഫൈനാൻസ് ചെയ്യും. പിന്നെ ഇതിനകത്തൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈട്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ലോൺ ചോദിക്കുമ്പോൾ അവർ ചോദിക്കുക നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്, സ്വർണ്ണം ഉണ്ടോ, അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഉണ്ടോ പണയം വെക്കാൻ. അപ്പോൾ അങ്ങനെ ഒരു പരിപാടിനകത്ത് 10 ലക്ഷത്തിന് താഴെയാണെങ്കിൽ ഒരു സാധനം പോലും ഈടായിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അതായത് കൊളാട്രൽ ഫ്രീ ലോണായിട്ട് തരണമെന്നാണ് ഈ പദ്ധതി പ്രകാരം. അതായത് 10 ലക്ഷത്തിന് താഴെയുള്ള പ്രോജക്റ്റുകൾക്ക് ഒരു കൊളാട്രൽ നമുക്കൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇനി 10 ലക്ഷത്തിന് മുകളിലുള്ളതാണെങ്കിൽ നമുക്ക് കൊളാട്രൽ വേണമെങ്കിൽ കൊടുക്കാം. അഥവാ നമുക്ക് വേണ്ടെങ്കിൽ CGST എന്ന് പറഞ്ഞാൽ CGTMSE എന്നുള്ള സ്കീമിലേക്ക് നമ്മൾ ചേരുവാണെങ്കിൽ അതിന് ചെറിയൊരു ശതമാനം എക്സ്ട്രാ അവരൊരു പെർസെൻറ്റേജ് ചാർജ് വാങ്ങും നമ്മുടെ ലോൺ എമൗണ്ടിൻ്റെ. ആ പൈസ നമ്മൾ അടയ്ക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ പറയുന്ന അതിലും ഏതാണ് കൊളാട്രൽ കൊടുക്കുന്നതിലും നമുക്ക് 50 ലക്ഷം രൂപ എടുത്താൽ പോലും നമ്മൾ കൊളാട്രലായിട്ട് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു സർവീസ് സെക്ടറിൽ 20 ലക്ഷവും ഈ മാനുഫാക്ചറിങ് സെക്ടറിൽ, ഇൻഡസ്ട്രി സെക്ടറിൽ, മാനുഫാക്ചറിങ് സെക്ടറിൽ 50 ലക്ഷമാണ് നമുക്ക് ലോൺ കിട്ടുന്നത്. ഈ 50 ലക്ഷത്തിന് ഒരു സാധനം പോലും നമ്മൾ ഈടായിട്ട് കൊടുക്കാതെ ഈ സ്കീമിൽ ചേർന്നാൽ നമുക്ക് ലോൺ കിട്ടും. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അത് ഏത് ഓൺലൈൻ വെബ്സൈറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് ഈ പറയുന്ന സ്ലൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്ലൈ ചെയ്ത ഫോം KVIC, KVIB അല്ലെങ്കിൽ DICയിലെത്തും. നമ്മൾ സെലക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഗ്രാമപ്രദേശമാണോ അർബൻ ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യുന്ന രീതിയിൽ. അതിനുശേഷം അവിടെ ഒരു ഡിസ്ട്രിക്ട് ടാസ്ക് ഫോഴ്സ് കമ്മിറ്റി ഉണ്ട്. അവരിത് വെറ്റ് ചെയ്യും, നമ്മുടെ ആപ്ലിക്കേഷൻ എല്ലാം പഠിക്കും. അതിനുശേഷം നമ്മളെ വിളിപ്പിക്കും. അവിടെ ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ടാവും. ഉണ്ടാവാതിരിക്കാം, അത് എല്ലായിടത്തും ഉണ്ടാവണം നിർബന്ധമില്ല. പക്ഷേ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ നേരിട്ട് അവരെ പറഞ്ഞ കാര്യങ്ങൾ ബോധിപ്പിക്കുക, നമ്മുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കാണിക്കുക.
അതിനുശേഷം ഈ പറയുന്ന നമുക്ക് ലോൺ കിട്ടും. അവർ ചെക്ക് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ, നമ്മൾ സബ്സിഡിക്ക് വേണ്ടി നമുക്കിപ്പം കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതാണ്. നമ്മൾക്ക് ആ സബ്സിഡി വേണ്ടുന്നവരാണെങ്കിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുക, വേണ്ടാത്തവർക്ക് ആ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ വേണ്ടുന്നവർ സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അതിനുശേഷം EDP എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഒരു കോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ കോഴ്സാണ് മിനിമം 2 to 3 weeks ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്കാൻ ഈ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രെയിനിങ്സിന് KVIC KVIB പോലുള്ള സംഘടനകളാണ് ഇത്തരം കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നീസ്ബെഡ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അതെല്ലാം സർക്കാർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. സ്ഥാപനങ്ങൾ ഇത്തരം കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ വഴിയുണ്ട് ഈ കോഴ്സുകൾ പങ്കെടുത്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മാത്രമേ ലോൺ കൊടുക്കത്തുള്ളൂ. കാരണം ബിസിനസ് എന്താണെന്ന് അറിയണം, അല്ലെങ്കിൽ ഏത് മേഖലയിലേക്കാണ് ചാടുന്നത്. നമ്മളിപ്പം 5 വർഷം പഠിച്ചിട്ടാണല്ലോ MBBS ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ബിസിനസ് ചെയ്യാൻ പോകുമ്പോൾ മാത്രം ഒരു പഠിത്തമില്ലാതെ ഇന്ന് രാവിലെ ചിന്തിക്കുന്നു, ഉച്ചയാകുമ്പം പൈസയ്ക്ക് വേണ്ടിയുള്ള ഓടുന്നു, പിറ്റേ ദിവസം ആകുമ്പോൾ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ആവരുത്. മിനിമം ഒരു 3 ആഴ്ചയെങ്കിലും അല്ലെങ്കിൽ ഒരു മാസമെങ്കിലും ആ ബിസിനസ്സിനെ കുറിച്ച് പഠിച്ച്, അല്ലെങ്കിൽ ഏതൊരു ബിസിനസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഇത് തുടങ്ങാനെന്നുള്ള ലക്ഷ്യത്തോടാണ് സർക്കാർ തന്നെ അതിനുവേണ്ടി ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പം ഇതാണ്. കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഈ KVIC.org.in അല്ലെങ്കിൽ PMEGP.in എന്നുള്ള വെബ്സൈറ്റിൽ പോകുക. അല്ലെങ്കിൽ അടുത്തുള്ള KVIC KVIB DIC അവിടെ പോവുക, സ്ഥാപനങ്ങളിൽ പോവുക. നാഷണലൈസ്ഡ് ബാങ്കിൽ പോയാൽ ഈ വിവരം തരണമെന്നാണ്. പക്ഷേ അവരുടെ ജോലി തിരക്ക് കാരണം നമ്മളെ ചിലപ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളിപ്പോൾ അവരുടെ വഴക്കൂടാനല്ലോ പോകേണ്ടത്, നമ്മുടെ കാര്യം നടക്കണം. അപ്പോൾ നമ്മൾ ബാങ്കിൽ പോയി ഇത് പറഞ്ഞ് അവരെ വെറുതെ ടെൻഷൻ അടിപ്പിക്കേണ്ട. ശിക്ഷയുള്ള ബാങ്ക് മാനേജർക്ക് അറിയണമെന്ന് നിർബന്ധമില്ല. പക്ഷേ നമ്മൾ അറിയുന്നവർ ഈ പറയുന്ന KVIC KVIBയിലൊക്കെയാണ് ഇതിനു വേണ്ടിയുള്ള സംവിധാനമുള്ളത്. നമ്മളൊന്നും ചെയ്യണ്ട, നമ്മൾ നേരെ വെബ്സൈറ്റിൽ പോയി ഇത് അപ്ലോഡ് ചെയ്താൽ മതി, ബാക്കി അവർ നോക്കണം. കാരണം ഓരോ ബാങ്കുകൾക്കും സർക്കാരിൻ്റെ നിർദ്ദേശമുണ്ട്, ഇത്ര പൈസ അവർ കൊടുത്തിരിക്കണമെന്നുണ്ട്. അപ്പോൾ അവർക്കൊരു ടാർഗറ്റ് ഉണ്ട് ഇതിനകത്ത്. ഇപ്പം പണ്ട് നമ്മൾ പറയില്ലേ, ഇത്ര ഇൻഷുറൻസ് പിടിക്കണം അല്ലെങ്കിൽ ഇത്ര ഡെപ്പോസിറ്റ് പിടിക്കണം എന്നുള്ള പോലെ തന്നെയാണ് ഇത്ര PMEGP എന്നുള്ള പദ്ധതി വഴി ഇത്ര ലോൺ കൊടുക്കണമെന്നുള്ളൊരു നിർദ്ദേശം അവർക്കുണ്ട്, അല്ലെങ്കിൽ അവർക്കൊരു ടാർഗറ്റ് ഉണ്ട്. അത് അവർ ഫുൾഫിൽ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ പദ്ധതിയെക്കുറിച്ച് എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം, അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടും. ഇതുകൂടാതെ എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ അതിന് റിപ്ലൈ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ട് ഷെയർ ചെയ്യണം. ചാനൽ ഇതുവരെയ്ക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് iSchool. Yeah.